ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പാല് ഞാൻ തിളപ്പിച്ചോളാം മമ്മി എന്ന് പറഞ്ഞുകൊണ്ട് അവന് വിട്ടു കൊടുക്കുമായിരുന്നു കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പുറത്തുനിന്നാണ് കൊണ്ടുവരിപ്പിച്ചത്. അപ്പോൾ പൂരി ഉണ്ടായിരുന്നു, മസാല ദോശ ഉണ്ടായിരുന്നു, വട ഉണ്ടായിരുന്നു, ഡിപ്പ് ചെയ്ത ഇഡ്ഡലി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഗീ പൊടി ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കിട്ടും. അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഓരോരുത്തർക്കും ഓരോന്ന് കൊണ്ടിരിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ ഇത്ര ഐറ്റം ഉള്ളത്. പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും കൊട്ടിക വന്നു. ഇതൊക്കെ വരുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കോഴി എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഐസ് വിടാൻ വേണ്ടിയിട്ട്. ഭയങ്കര കാറ്റുമഴയും തുടങ്ങി കേട്ടോ. അപ്പോഴത്തേനും മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഉണ്ടാവില്ല, പെട്ടെന്നൊരു മഴയും കാറ്റും ഒക്കെ തുടങ്ങും, ഭയങ്കരമായിട്ട് വരും. അപ്പോൾ ഇന്ന് 3-4 പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു കേട്ടോ. അങ്ങനെ കോഴി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കോഴിക്കറിയുടെ നല്ല ആവശ്യം വരും എന്നുള്ളത് എനിക്കറിയാം, അതുകൊണ്ടാണ് കേട്ടോ കോഴിയെടുത്ത് പുറത്ത് വെച്ചത്. അങ്ങനെ കറിക്കുള്ളതെല്ലാം അരച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കോഴിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിപൊളി കോഴിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ കോഴി റൊട്ടി കൊണ്ടുവന്ന് വെച്ചിട്ട്. അപ്പോൾ കോഴിക്കറിയും കോഴിറൊട്ടിയും മംഗലാപുരത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് നേരത്തെ ഞാൻ കാണിച്ചില്ലേ കൊട്ടിക, അതും കൂടെ കഴിച്ചത് കേട്ടോ, കോഴിക്കറിയും കൂട്ടിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ പ്ലാവിലേന്നാണ് കേട്ടോ ഇല കൊണ്ടുപോയത്. അതിൻ്റെ വകയായിട്ട് ഒരു 4 എനിക്ക് കിട്ടിയതാണ് കേട്ടോ. പക്ഷേ ഇതൊന്നും അല്ല, എല്ലാ കൊല്ലവും ഞാൻ കാത്തിരിക്കുന്നതും എനിക്ക് മുടങ്ങാതെ കൊണ്ടുവന്ന് തരുന്നത് സാധനമാണ് കേട്ടോ, മൂടേന്ന് പറയുന്നത്. ജന്മാഷ്ടമിയുടെ നെക്സ്റ്റ് ഡേയ്സ് എന്തായാലും ഈ സംഭവം വരും. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ പ്രസവിക്കാൻ പോയതും ആ ഒരു ദിവസമായിരുന്നു കേട്ടോ. വൈകുന്നേരം വരെ കാത്തിരുന്നിട്ടും കാണാതായപ്പോഴാണ് ഞാൻ പ്രസവിക്കാൻ പോയത്. പക്ഷേ ഞാൻ പ്രസവിക്കുന്നതിന് മുമ്പേ അവരതിനെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിട്ടാണ് ഞാൻ പ്രസവിച്ചത്. പിന്നെ ബിരിയാണി, ഈ കോരിസൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ മൂടയുടെ കൂടെ ഭയങ്കര ടേസ്റ്റ് ആവുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.